നമസ്കാരം. ഇന്ന് നമ്മൾ കോറൽ ഡ്രോയിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന രീതിയാണ് നോക്കുന്നത്. കോറൽ ഡ്രോ ആദ്യമായി ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിലേക്ക് നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിന് ആവശ്യമായ സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഞാനിവിടെ ഉപയോഗിക്കുന്ന സൈസ് 1280 x 1080 1080 എന്നുള്ള സൈസാണ്. നമ്മൾ കോറൽ ഡ്രോയിൽ ന്യൂ പേജ് എടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഫയൽ ന്യൂവിൽ ക്ലിക്ക് ചെയ്തു. എൻ്റെ ഫയൽ നെയിം ഞാൻ സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ പ്രൈമറി കളർ മോഡ് RGB ആണ് കൊടുക്കേണ്ടത്, കാരണം ഇത് വെബ് യൂസിങ് ആയതുകൊണ്ട് RGB മോഡിൽ തന്നെ വേണം. വിഡ്ത്ത്, ഹൈറ്റ് ഇവയൊക്കെ പിക്സൽ റേഷ്യോയിൽ തന്നെ വേണം കൊടുക്കാൻ. അതിൻ്റെ യൂണിറ്റ് പിക്സലാണ്. 1080, അതുപോലെ ഹൈറ്റും 1080 തന്നെ. അതിൻ്റെ റെസൊല്യൂഷൻ 72 ആണ് കിടക്കുന്നത്, അത് തന്നെ മതി. 72 റെസൊല്യൂഷൻ കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പേജ് സൈസ് അവിടെ ഓപ്പണായി വരികയും ആ സൈസിലേക്ക് നമ്മൾ നമ്മുടെ മാറ്റർ അതുപോലെ പിക്ചറുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. നമുക്ക് ആവശ്യമുള്ള സൈസ് അവിടെ വന്നിട്ടുണ്ട്. ആ സൈസിന് ഞാൻ ആദ്യമായിട്ട് ഫയലിൽ പോയിട്ട് സേവ് ആസ് ചെയ്യുന്നു. നമ്മുടെ ഏത് ലൊക്കേഷനിലാണോ നമുക്കത് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് അതിനെ സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ അതിനെ ഇടുകയാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ന പേരിൽ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് ആ ഫയലിനെ സേവ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പേരും സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ന് തന്നെ നമ്മൾ മുൻപേ കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യമായ മാറ്ററുകളും അതിന് ആവശ്യമുള്ള പിക്ചറുകളും എല്ലാം ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. സേവ് ചെയ്തതിന് ശേഷം ഞാനിതിന് ആവശ്യമുള്ള മാറ്റർ ഓപ്പൺ ചെയ്യുകയാണ്. മാറ്റർ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള മാറ്ററുകളൊന്നും എടുക്കുന്നില്ല. തൽക്കാലം ഇവിടെ ഒരു ഓണ ആശംസ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഹാപ്പി ഓണം എന്നിട്ടുള്ളൊരു മാറ്റർ വെച്ചിട്ട് അത് ഞാനിങ്ങോട്ട് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ടൈപ്പ് ചെയ്യുകയാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്നിട്ടുള്ള ഒരു മാറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഗൂഗിൾ സെർച്ചിൽ കയറിയിട്ട് ഞാനൊരു ഓണവുമായി ബന്ധപ്പെട്ട ഒരു എലമെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ടുള്ള 2 കുടകളൊക്കെ വെച്ചിട്ടുള്ള ചിത്രമാണ് ഉപയോഗിക്കുന്നത്. അതിനിവിടെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിനെ എടുക്കുകയാണ് ഇങ്ങോട്ട്. വെറുതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഫയലിൽ ഇമ്പോർട്ട് ചെയ്യുകയോ ചെയ്യാം. ഫയലിൽ ഇമ്പോർട്ട് ചെയ്ത ശേഷം നമ്മൾ എവിടെയാണോ അതിനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് അതിനെ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തും ഇങ്ങോട്ട് എടുക്കാവുന്നതാണ്. ഹാപ്പി ഓണം എന്നുള്ള എൻ്റെ ഫോണ്ട് ഞാനൊന്ന് മാറ്റുകയാണ്. മറ്റൊരു ഫോണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കോറൽ ഡ്രോയ്ക്കുള്ളിൽ തന്നെ മുകളിലായിട്ട് ഇങ്ങനെ ഫോണ്ട് സെർച്ച് ബാറുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫോണ്ടുകൾ വരും. അതിൽ നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ആദ്യമേ തന്നെ ഒരു ഫോണ്ട് ബിയോണ്ട് ദ മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഫോണ്ട് തന്നെ ഉപയോഗിക്കുകയാണ്. അതിന് ഇവിടെ വെച്ചിട്ട് അതിനാവശ്യമുള്ള കളറുകൾ കൊടുക്കാം. നമുക്ക് റെഡ് ആണെങ്കിൽ റെഡ്, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ശേഷം ഈ സ്ക്വയർ ഞാനൊരു ചതുരം ഇവിടെ വരയ്ക്കുകയാണ്. ആ ചതുരത്തിന് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെയിം സൈസ് തന്നെ, അതായത് 1080 എന്നുള്ളൊരു സൈസാണ്. അത് തന്നെ താഴെയും നമുക്ക് കൊടുക്കാം. എന്നിട്ട് അതിനെ എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ആ സെയിം സൈസിലുള്ള ഒരു ചതുരം കിട്ടും. അത് നമ്മൾ മാനുവലി എങ്ങനെയൊക്കെ കൊണ്ട് വെച്ചാൽ ഇത് കൃത്യമായിട്ട് അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ വെറുതെ P എന്ന കീയിൽ പ്രസ് ചെയ്താൽ മതി. കീബോർഡിലെ P പ്രസ് ചെയ്യുമ്പോൾ അത് സെൻറ്ററിൽ വന്നിരിക്കും, കൃത്യമായിട്ട് വന്നു നിന്നോളൂ. ഇനി അതിൻ്റെ ഹൈറ്റ് ഒരല്പം താഴെ നിന്നും വലിച്ച് മുകളിലേക്ക് നീട്ടിയ ശേഷം
അതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യുകയാണ്. നമുക്ക് ഏതാ കളർ വേണമെന്നുണ്ടോ അങ്ങനത്തെ ഒരു കളറാണ് ഞാൻ ഫില്ല് ചെയ്യുക. അതിൻ്റെ ഔട്ട്ലൈൻ ഉണ്ട്. ഔട്ട്ലൈൻ കളയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ഇവിടെ വന്നിട്ട് അതിൻ്റെ ആ പോയിന്റിൽ വന്നിട്ട് നൺ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാലും അത് പൊക്കോളും. ഇനി ഇതിനെ നമ്മൾ കൺട്രോൾ പേജ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ അത് താഴേക്ക് പൊക്കോളും. ആ ലെയർ അടിയിലേക്ക് പോകും, അടിയിലുള്ള മാറ്ററുകൾ മുകളിലും വരും. ഇനി അതിനനുസരിച്ചിട്ട് വേണം നമുക്കതിൻ്റെ കളറുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഹാപ്പി ഓൺ എന്നുള്ള മാറ്റർ വൈറ്റ് ആക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കുറച്ചുകൂടെ വേണമെങ്കിൽ ഡാർക്ക് ആക്കി കൊടുക്കാം, എങ്കിലേ ആ വൈറ്റിലുള്ള എഴുത്ത് വായിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് കൺട്രോൾ ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കർവ് ചെയ്യാൻ പറ്റും. അതായത് ഈ കർവ് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം കൺട്രോൾ ക്യൂ അടിച്ചാൽ മതി, അത് കർവായി പോക്കണം. കർവ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഇതിൻ്റെ താഴെ വശം ഒന്ന് വളയ്ക്കണം. അതിന് വേണ്ടി നമ്മൾ ഈ രണ്ടാമത്തെ ടൂളായ ഷേപ്പ് ടൂൾ എടുത്ത് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ കർവ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് വേണം നമുക്ക് വളയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അടിവശം ഇങ്ങനെ വളയ്ക്കാനൊക്കെ സാധിക്കും. വേണമെങ്കിൽ അതിൻ്റെ ഹൈറ്റ് അല്പം കൂടി ഇങ്ങനെ കുറച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെ വരുന്ന വൈറ്റ് കളർ കിടക്കണം, അവിടെയും നമുക്ക് വേണമെങ്കിൽ ഒരു കളർ ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു ബോക്സ് കൂടി നമ്മൾ വരയ്ക്കുക. ആ ബോക്സിനും ഈ നമ്മുടെ പേജിൻ്റെ സെയിം സൈസ് തന്നെ കൊടുക്കണം. അതായത് 1080 by 1080. അതിനെ പി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജിലേക്ക് അത് കയറി നിൽക്കും. അതിന് താഴെ നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഔട്ട്ലൈൻ കളയാം. ഇന്ന് ഷിഫ്റ്റ് പേജ് ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ അത് താഴേക്ക് പോന്നോളൂ. അപ്പോൾ അത് ആ പച്ച നിറത്തിൻ്റെ അടിയിൽ കയറി അടിയിലൂടെ ആ കളർ വേണമെങ്കിൽ വീണ്ടും നമുക്ക് മാറ്റി പരീക്ഷിക്കാം. വേറെ എന്തെങ്കിലും കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്ന കളർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യമായ സ്ഥലത്ത് ഇതിനെ വെക്കുകയും അതിന് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മാറ്റർ കൊടുക്കാം. ഏതെങ്കിലും വർക്കിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വരാം. ഇപ്പം എൻ്റെ ഒരു അഡ്രസ്സാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ അഡ്രസ്സ് ലോഗോ ആദ്യം എടുത്തുകൊണ്ട് വരാം. ലോഗോ എടുക്കാനായിട്ട് ഇമ്പോർട്ടിൽ പോകുന്നു. ഫയലിൽ ഇമ്പോർട്ടിൽ പോയിട്ട് നമുക്ക് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ലോഗോ ഇവിടെയുണ്ട്, അതിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങോട്ട് വരും. അതിനെ വെച്ച് ബാക്കി നമുക്ക് അഡ്രസ്സും ഒക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഇമ്പോർട്ട് ചെയ്തത് വരുന്നുണ്ട്, കുറച്ച് ടൈം എടുത്തിട്ട് വരുള്ളായിരിക്കും. ഇതാ വന്നു. ഇതാണ് ആഗി മീഡിയ എന്നുള്ള ആ ലോഗോ. അതിന് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം ഇതിൻ്റെ കളർ ഞാൻ ഒരു അല്പം കൂടി ഡാർക്ക് ആക്കുകയാണ്, യെല്ലോ കളറിൽ തെളിഞ്ഞ് കാണുന്നതിന് വേണ്ടിയിട്ട്. അല്ല വേണമെങ്കിൽ ഇത് ബ്ലാക്ക് ആക്കിയാലും നന്നായിരിക്കും, കാരണം ക്ലാരിറ്റി കിട്ടാൻ നല്ലത് ബ്ലാക്കാണ്. മൊത്തമായി ബ്ലാക്ക് ആക്കുകയാണ്. അതിന് താഴെ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി, നമുക്ക് ഈ പേജ് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും. അങ്ങനെ വെച്ചു. ഇനി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് മാറ്റർ. സെക്കൻഡ് ഫ്ലോർ, കണ്ടത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, നിയർ കളക്ടറേറ്റ് PO, KK റോഡ്, കോട്ടയം,
686 002 686. പിന്നെ ഫോൺ നമ്പർ 9495684428 8157029033. പിന്നെ ഇമെയിൽ agimedia@gmail.com. പിന്നെ വെബ് ഇത്രയും മാറ്റർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ സൈസ് ഒരല്പം ചെറുതാക്കി വയ്ക്കാം. അതും കൂടെ ഇവിടേക്ക് ചേർത്ത് വെച്ചു. ഇപ്പോൾ അതിൻ്റെ അഡ്രസ്സും ഒക്കെ താഴെ വന്നു. പിന്നെ വേണമെങ്കിൽ ഒരു മാറ്ററിന് നമുക്കിവിടെ പുതിയതായിട്ട് ഒരു ക്യാപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. അതിന് വേണമെങ്കിൽ നമുക്ക് ടൈപ്പിറ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൻ്റെ സഹായത്തിലൂടെ ടൈപ്പ് ചെയ്യുകയാണ് ഞാൻ. ടൈപ്പിറ്റ് സോഫ്റ്റ്വെയറിലാണ് സാധാരണ ഞാൻ മലയാളം ടൈപ്പ് ചെയ്യാറുള്ളത്. അല്ലാതെ ജിസ്റ്റിൽ ടൈപ്പ് ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ എഴുത്തുപകരണങ്ങളായ മറ്റ് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം അങ്ങനെ കൊണ്ടുവരുന്നവരുണ്ട്. ഇപ്പോൾ വാട്സപ്പിലും മറ്റ് മീഡിയയിലും ഒക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കോപ്പി ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല എനിക്കിത് ഉപയോഗിക്കാൻ ഞാൻ കൊള്ളാമെന്ന് തോന്നിയിരിക്കുന്ന ഈ ടൈപ്പിറ്റ് എന്ന സോഫ്റ്റ്വെയർ. അതിനകത്തിപ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ടൈപ്പ് ചെയ്തു. അതിനെ അങ്ങ് സെലക്ട് ചെയ്യുകയാണ്, കോപ്പി ചെയ്യുന്നു. അതിന് നമുക്കിവിടേക്ക് പ്ലേസ് ചെയ്യാം. എഡിറ്റിൽ പേസ്റ്റ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് ഫോണ്ടിലാണ് കിടക്കുന്നത്. അതിന് നമുക്ക് മലയാളം ഫോണ്ടിലേക്ക് കൊണ്ടുവരാം. അതിന് 3 ലൈനാക്കുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതിൻ്റെ കളറൊക്കെ മാറ്റി അല്പം കൂടി വലിപ്പമൊക്കെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഭംഗിയായ സ്ഥലത്ത് അതിനെ പ്ലേസ് ചെയ്ത് വെക്കാം. ഇപ്പം ഏകദേശം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അടുത്ത കാലത്തായി ഉപയോഗിച്ച് വരുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കണുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഫേസ്ബുക്ക്, ട്വിറ്റർ ഇവയൊക്കെ ഉള്ള ഫേമുകളാണെങ്കിൽ അതിൻ്റെ ഐക്കണുകൾ ഇപ്പോൾ ഞാനത് ഇവിടെ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഗൂഗിളിലൊക്കെ കയറിയാൽ കിട്ടും. ലോഗോ സോഷ്യൽ മീഡിയ ഐക്കണുകൾ ഇവിടെ ഇങ്ങനെ സേവ് ചെയ്ത് കിടപ്പുണ്ട്. അത് ഞാനിങ്ങനെ ഇങ്ങോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്ത് വെക്കുകയാണ്. അത് നേരത്തെ തന്നെ ഞാൻ സേവ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അത് ഗൂഗിൾ സെർച്ചിൽ കയറിയാൽ കിട്ടുന്നതാണ്. ഏത് ഐക്കൺ വേണമെങ്കിലും കിട്ടും. ഇതുപോലെ വരും. അതിൽ ആവശ്യമുള്ള ഐക്കൺ ഇപ്പം നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത്, ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ അത്, അതുപോലെ യൂട്യൂബ്, പിന്നെ നമുക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കണുണ്ട്. അതുപോലെ ഏതൊക്കെയുണ്ടോ അതിനെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ട്വിറ്റർ ഉള്ളതാണെങ്കിൽ അതെടുക്കാം. അത്രയും മതി. പിന്നെ അല്ല ഡ്രിബിളും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, കൊണ്ട് അതിനെയും കൂടെ എടുക്കുകയാണ്. ഡ്രിബിള്, ബിഹാൻസും ഒക്കെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ എല്ലാ ഐക്കണുകൾ കൂടി നമുക്കിങ്ങനെ ഉപയോഗിച്ച് ബാക്കി ഇപ്പോൾ ഇത്രയും എനിക്ക് വേണ്ട, അത് ഞാൻ കളയുക. എല്ലാം ഒരേ വലുപ്പത്തിലേക്ക് ആക്കിയതിന് ശേഷം വെക്കുന്നതായിരിക്കും നല്ലത്. ഇതെല്ലാം ഒരേ ലൈനിലാക്കിയ ശേഷം നമുക്ക് ഒരുമിച്ച് അതിനെ ചെറുതാക്കി ഇവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് വെക്കാവുന്നതാണ്. വളരെ ചെറുതായിട്ട് ഇതിൻ്റെ താഴെയോ മറ്റോ ഇങ്ങനെ കൊടുത്താൽ മതിയാവും. അതിനെല്ലാം ഒരേ ലൈനുകളിൽ നിർത്താൻ ശ്രദ്ധിക്കുക, അപ്പോൾ കൂടുതൽ ഭംഗിയുണ്ടാവും.
ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഐക്കൺ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇതിനെ സേവ് ചെയ്യാം. അതിന് ശേഷം നമുക്കതിനെ ഫയലിൽ പോയിട്ട് JPG ആക്കി എക്സ്പോർട്ട് ചെയ്ത ശേഷം അതിന് സോഷ്യൽ മീഡിയകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് വിടാനും സാധിക്കും. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ സൈസ് റെഡ്യൂസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റർ തയ്യാറായി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.